കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ എങ്ങനെ കാണാതെ പോകും? 5000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് യാഥാർത്ഥ്യമായത്. 978 കെട്ടിടങ്ങൾക്കാണ് അനുമതി നൽകിയത്. 538 എണ്ണം പൂർത്തീകരിക്കുകയും 435 കെട്ടിടങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. 55,000 ക്ലാസ് മുറികൾ ഹൈടെക് ആയി. പുതിയതായി നിർമ്മിക്കുന്ന സ്കൂളുകളിൽ ബഹുഭൂരിപക്ഷം സ്കൂളുകളിലും ലിഫ്റ്റും AC-യും ഉണ്ട്. 210 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ഈ കൊച്ചു കേരളത്തിൽ വന്നു കഴിഞ്ഞു. 714 ലാബുകൾ ആധുനികവൽക്കരിച്ചു കഴിഞ്ഞു. 4891 വിദ്യാർത്ഥികൾക്ക് ജോബ് ഫെയർ മുഖേന തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു. പ്രീ പ്രൈമറി തൊട്ട് 8ാം ക്ലാസ് വരെ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 26 ലക്ഷം കുട്ടികൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുകയാണ്. പഠന നിലവാരം കൂട്ടാൻ സബ്ജക്ട് മിനിമം സക്സസ്ഫുൾ ആയി നടപ്പാക്കി കഴിഞ്ഞു. കുറഞ്ഞ മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് 3 ആഴ്ചയ്ക്കുള്ള പ്രത്യേക പരിശീലനത്തിന് ശേഷം വീണ്ടും മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യും. സർക്കാർ സ്കൂളുകളിൽ റോബോട്ടിക്സ് ലാബുകൾ വന്നു. ഇന്ത്യയിൽ ആദ്യമായി അധ്യാപകർക്ക് AI കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്ന ഏക സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറുകയാണ്. NCERT പാഠപുസ്തകങ്ങളിൽ ഗാന്ധി കൊലപാതക കേസ് ഉൾപ്പെടെയുള്ള ചരിത്ര സത്യങ്ങൾ ഒഴിവാക്കിയപ്പോൾ ആ ചരിത്രങ്ങൾ മാത്രം ഉൾപ്പെടുത്തി പ്രത്യേകമായി പുസ്തകം അച്ചടിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നൽകി അവരെ പഠിപ്പിച്ച് അത് പരീക്ഷയിൽ ചോദ്യമാക്കുന്ന കേരള സർക്കാർ അത്ഭുതം തന്നെയാണ്. പാഠപുസ്തകങ്ങൾ പരാതി ഒന്നുമില്ലാതെ ഒരു ദശാബ്ദത്തിന് ശേഷം സിലബസ് പരിഷ്കരിച്ച് മാറ്റി പുതുക്കി നൽകി. ഓണപരീക്ഷയായാലും പാഠപുസ്തകം കിട്ടാതിരുന്നൊരു കാലമുണ്ടായിരുന്നു കേരളത്തിന്. ആ കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുൻപേ പാഠപുസ്തകങ്ങൾ ലഭിക്കുന്നു. ജൂൺ 18-നുള്ളിൽ +1 അഡ്മിഷൻസ് ഒക്കെ പൂർത്തിയാകുന്നു. പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്നു. കൈറ്റ് വിക്ടേഴ്സിലൂടെ 4 ലക്ഷം അമ്മമാർക്ക് സൈബർ സുരക്ഷാ ക്ലാസുകൾ നൽകുന്നു. സ്കൂൾ തുറന്നാലോ? പുതിയ അധ്യയന വർഷത്തിൽ ആദ്യത്തെ 2 ആഴ്ചകളിൽ ഓരോ ദിവസവും 1 മണിക്കൂർ മോറൽ എഡ്യൂക്കേഷനും സിവിക് സെൻസും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഉൾപ്പെടുന്ന പ്രത്യേക ക്ലാസ് പ്രാവർത്തികമാക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുന്നു. ഭിന്നശേഷി കുട്ടികളെ ഉൾക്കൊള്ളിച്ച് ഇൻക്ലൂസീവ് സ്പോർട്സ് ഇതിന്റെ ഭാഗമാക്കുന്നു. സ്കൂൾ കലോത്സവങ്ങളിൽ ഗോത്ര കലാരൂപങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഇതുവരെ പറഞ്ഞത് ഉണ്ടായി കഴിഞ്ഞ മാറ്റങ്ങളാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളോ? ഹൈസ്കൂളുകളിൽ AI-യും റോബോട്ടിക്സും വിദ്യാർത്ഥികൾക്കായി പരിശീലനമായി ഉൾപ്പെടുത്തും. ഇതിന് പിന്തുണയായി 8, 9, 10 ക്ലാസുകൾക്കായി IT വിഷയത്തിൽ പുതിയ പാഠപുസ്തകങ്ങളും ഒരുക്കി. ഇതൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്.